ലോൺ ആപ്പുകാർ ഭീഷണിപ്പെടുത്തിയപ്പോൾ അഞ്ചരക്കണ്ടി കോളേജിലെ അധ്യാപകർ നിതിൻ രാജിനെ കൂട്ടം ചേർന്ന് വിചാരണ ചെയ്തെന്ന് പിതാവ് രാജൻ. അധ്യാപകർക്ക് പ്രശ്നം പരിഹരിക്കാമായിരുന്നു. നിതിന്റെ മരണത്തിൽ പ്രിൻസിപ്പലിനെയും പ്രതി ചേർക്കണം. കേസിൽ കൃത്യമായ അന്വേഷണം നടക്കുമെന്നാണ് പ്രതീക്ഷയെന്നും നിതിന്റെ പിതാവ് പറഞ്ഞു. റാമിനെയും ശ്രീലേഖയെയും ഈ നിയമത്തിൻ്റെ സംഗീതയെയും ഈ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് എല്ലാവിധമായ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ എൻ്റെ മോനെതിരെ അവർക്ക് തക്കതായ ശിക്ഷകൾ തന്നെ വാങ്ങിക്കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ നടന്ന ആ ഹരാസ്മെൻറ്റ് ഒരു 21 വയസ്സുകാരനോട് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അതിനെതിരെയും അവിടെ ആരൊക്കെയാണ് അതിനെതിരെ പ്രവർത്തിച്ച അധ്യാപകർ അവർക്കെതിരെ നിയമമില്ലാ വകുപ്പുകൾ ചുമത്തി വാറണ്ടോടുകൂടി തന്നെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ച് മാന്യമായിട്ടുള്ള ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കണം. മറ്റു വാർത്തകളിലേക്ക്. ലോൺ ആപ്പിൽ നിന്നും കടമെടുത്തതിനെ തുടർന്നുണ്ടായ ഭീഷണി സഹിക്കാനാവാതെ നാടുവിട്ട ചെറുപ്പക്കാരനെ 8 ദിവസത്തിന് ശേഷം കണ്ടെത്തി. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് വടകര സ്വദേശിയായ വിഷ്ണുവിനെ കണ്ടെത്തിയത്. കടമെടുത്ത തുകയുടെ ഇരട്ടിയിലധികം തുക വിഷ്ണു തിരിച്ചടച്ചിട്ടും ഉത്തരേന്ത്യൻ ലോൺ ആപ്പ് സംഘം ഭീഷണി തുടരുകയായിരുന്നു. മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ ഫോൺ കോൺടാക്റ്റിൽ ഉള്ളവർക്കെല്ലാം അയച്ചു കൊടുക്കും എന്നതടക്കമായിരുന്നു ഭീഷണി. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജ് ലോൺ ആപ്പ് കമ്പനിയിൽ നിന്ന് ഭീഷണി നേരിട്ടിരുന്നു എന്ന വാർത്തകൾക്കിടെയാണ് വിഷ്ണുവിനെ കാണാതായത്. എംപോക്കറ്റ് എന്ന ആപ്പിൽ നിന്നും 8 മാസം മുൻപ് വെറും 10,000 രൂപയാണ് വിഷ്ണു ലോൺ എടുത്തത്. 22,000 രൂപ തിരികെ അടച്ചു. എന്നിട്ടും കൊള്ളസംഘത്തിന്റെ ഭീഷണി തുടർന്നു. ചെറിയ ഭീഷണിയല്ല, അശ്ലീല ചിത്രങ്ങൾ നിർമ്മിച്ച് ഫോൺ കോൺടാക്റ്റിൽ ഉള്ളവർക്കെല്ലാം അയച്ചു കൊടുക്കും. ഈടേതുമില്ലാതെ ചെറുതുകകൾ കടം തരുന്ന ലോൺ ആപ്പുകളുടെ ഏക ഡിമാൻഡ് ഫോൺ കോൺടാക്റ്റിലേക്കും ഗ്യാലറിയിലേക്കും ആക്സസ് അനുവദിക്കുക, ചില തിരിച്ചറിയൽ രേഖകളുടെ പകർപ്പ് അയച്ചു നൽകുക എന്നിവ മാത്രമാണ്. പക്ഷേ അതോടെ ചതിക്കുഴിയിൽ വീണു കഴിഞ്ഞു. സാധാരണ പലിശ നിരക്കൊന്നുമല്ല, ഒരു യുക്തിക്കും നിരക്കാത്ത ബ്ലേഡാണ്. പണമടച്ചാലും അടച്ചാലും ബാധ്യത തീരില്ല. കൂടുതൽ പണം ചോദിച്ച് ആപ്പ് മാഫിയ നീരാളിക്കൈകൾ നീട്ടും. നൽകിയില്ലെങ്കിൽ അശ്ലീല ചിത്രങ്ങൾ അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു നൽകുമെന്നാകും ബ്ലാക്ക് മെയിലിംഗ്. ഈ ഭീഷണി കൊണ്ട് പൊറുതിമുട്ടിയതോടെ ബ്ലേഡ് പലിശക്കാരിൽ നിന്നും 65,000 രൂപ കൂടി വിഷ്ണു വായ്പയെടുത്തു. ഇതും തിരിച്ചടയ്ക്കാനാകാതിരുന്നതോടെ ഇരുഭാഗത്തു നിന്നും ഇരട്ടി ഭീഷണിയായി. നിൽക്കക്കളിയില്ലാതെയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച വിഷ്ണു നാടുവിട്ടത്. ബാങ്കിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ വിഷ്ണുവിനെ കാണാതാവുകയായിരുന്നു. ഇതിനിടെ സഹോദരൻ അയച്ച സന്ദേശത്തിൽ താൻ കടുത്ത മാനസിക പിരിമുറുക്കത്തിലാണെന്നും ജോലിക്ക് പോകാതെ മാറി നിൽക്കുന്നത് ഇതുകൊണ്ടാണെന്ന് അമ്മയോട് പറയണമെന്നും പറഞ്ഞു. കാസർഗോഡ് ബേക്കൽ പനയാലിലായിരുന്നു സ്വിച്ച് ഓഫ് ആകും മുൻപ് ഫോണിന്റെ ടവർ ലൊക്കേഷൻ. റെയിൽവേ സ്റ്റേഷനുകളിലെയും ബസ് സ്റ്റേഷനുകളിലെയും CCTV ദൃശ്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. മംഗലാപുരത്തേക്കും ബംഗളൂരുവിലേക്കുമെല്ലാം അന്വേഷണം വ്യാപിപ്പിച്ചു. ഒടുവിൽ ഇന്ന് 8 ദിവസത്തിനു ശേഷം പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യുവാവിനെ കണ്ടെത്തി. വിഷ്ണുവിനെ വടകരയിലെത്തിച്ച് പോലീസ് മൊഴി രേഖപ്പെടുത്തി. പരാതി ലഭിക്കുന്നതിനനുസരിച്ച് കേസെടുക്കുമെന്ന് വടകര CI AV ദിനേശ് പറഞ്ഞു. ഈ കുട്ടിക്ക് മുമ്പ് ഒരു ഫ്രോഡ് ലോൺ ആപ്പ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ആപ്പിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചില ഹരാസ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. അത് ഏതാണ്ട് 8 മാസം മുമ്പാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കും. ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇയാൾക്കുള്ളതായും അതിനെ തുടർന്നുള്ള മാനസിക പ്രയാസത്തിലാണ് നാട് വിട്ടത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ അതിന്റെ അന്വേഷണ നടപടികൾ പുരോഗമിക്കുകയാണ്. വിഷ്ണുവിന്റെ ഫോൺ നഷ്ടപ്പെട്ടതിനാൽ കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാൻ സാധിച്ചിട്ടില്ലെന്നും CI പറഞ്ഞു. ബ്ലേഡ് മാഫിയ സംഘത്തിന്റെ ഭീഷണിയും അന്വേഷിക്കും. ഈടില്ലാതെ പണം കൊടുക്കുന്നതാണ് ഇത്തരം ലോൺ ആപ്പുകളുടെ ചതിക്കുഴിയെന്ന് ADGP S ശ്രീജിത്ത് ന്യൂസ് മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ പറഞ്ഞു. പക്ഷേ നമ്മുടെ സ്വകാര്യതയും സ്വച്ഛതയുമാണ് ഈടായി നൽകുന്നത്. ഈടില്ലാതെ കൊടുക്കുന്നത് കൊണ്ട് അവർ പറയുന്ന എല്ലാ സമ്മതങ്ങളും ഓൺലൈനായിട്ട് കൊടുക്കുകയാണ്. അതായത് നമ്മൾ കോൺടാക്ട്സ്, പിന്നെ ഫോട്ടോസ്, ഗാലറി എല്ലാത്തിലോട്ടും നമ്മളുടെ ആക്സസ് ഇവർക്ക് കൊടുക്കുകയാണ്. അനിയന്ത്രിതമായ ആക്സസ് കൊടുക്കുകയാണ്. ഈ ആക്സസ് നമ്മുടെ പ്രൈവസിയും നമ്മുടെ സ്വകാര്യതയും നമ്മുടെ സ്വച്ഛതയുമാണ് അവിടെ ഈടായിട്ട് വെക്കുന്നതെന്ന് മറന്നുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇത് ചെയ്യുന്നത്. പലിശ 60-70% വരുന്നത്. ലോൺ ആപ്പുകൾക്ക് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട്. ഇക്കൂട്ടരുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണികളെപ്പറ്റി ജാഗ്രത വേണം. ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം പണമിടപാട് നടത്തുക. പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്ന ആപ്പുകൾ മാത്രം ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക ADGP നിർദ്ദേശിക്കുന്നു. ഇതിനിടെ തന്റെ പേരും ചിത്രവും ഉപയോഗിച്ച് ലോൺ ആപ്പിന്റെ പരസ്യം പ്രചരിക്കുന്നതായി നടൻ അജു വർഗീസ് മുന്നറിയിപ്പ് നൽകി. AM ട്രസ്റ്റ് ലോൺ സർവീസസ് എന്ന പേരിലാണ് പരസ്യം. ഇതുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ആരും ചതിയിൽപ്പെടരുതെന്നും അജു വർഗീസ് പറഞ്ഞു.
കുറഞ്ഞ വരുമാനമുള്ളവരെയും അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവരെയുമാണ് തട്ടിപ്പുകാർ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഇരകളിൽ 5-1 സ്ത്രീകളാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ 70 കോടി രൂപയെങ്കിലും കേരളത്തിൽ നിന്ന് ലോൺ ആപ്പുകാർ തട്ടിക്കൊണ്ടുപോയതായാണ് പോലീസിന്റെ അനുമാനം. ഇതിലേറെയും പ്രവർത്തിക്കുന്നത് ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചാണ്. പക്ഷേ ചതിയിൽപ്പെടുന്നവരിൽ ഭൂരിഭാഗം പേരും മാനഹാനി ഭയന്ന് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാറില്ല. ലോൺ ആപ്പ് ചതിവിൽപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് പോലീസിനെ സമീപിക്കണം. സഹായിക്കാൻ പോലീസ് സജ്ജമാണെന്ന് ADGP ശ്രീജിത്ത് പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.